അങ്ങനെ സീതാസമേതനായ ശ്രീരാമൻ അന്തപുരത്തിൽ വെറ്റിലമുറിക്ക് സമയം കൊല്ലുമ്പോഴാണ് ദേവർഷിയായ നാരദൻ അവിടേക്ക് കടന്നു വരുന്നത്. അതിമനോഹരിയായ സീതാദേവിയോടൊപ്പം രത്നസിംഹാസനത്തിൽ യാതൊരുവിധ ആകുലതകളുമില്ലാതെ പ്രസന്നനായിരിക്കുകയാണ് ശ്രീരാമൻ. അദ്ദേഹത്തിന്റെ പത്നിയായ സീതാദേവി രത്നപ്പിടിയുള്ള വെളുത്ത ചാമ്പരം കൊണ്ട് ഭഗവാനെ ഭക്തിയോടെ വീശിക്കൊടുക്കുന്നുണ്ട്. ഉദയസൂര്യനെ പോലെ തിളങ്ങുന്ന കൗസ്തുഭരത്നവും തോൾവളകളും അണിഞ്ഞ് അമ്പിളിമാമനെ പോലെയുള്ള നെറ്റിത്തടത്തിൽ സുഗന്ധമുള്ള ചന്ദനക്കുറി ചാർത്തി പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖത്തോടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. അങ്ങനെ വളരെയധികം ആനന്ദദായകമായ നിമിഷത്തിലിരിക്കുമ്പോഴാണ് നാരദ മഹർഷി കടന്നു വരുന്നത്. ശരത്കാല ചന്ദ്രനെ പോലെ തിളങ്ങുന്ന പ്രഭയോടും ശുദ്ധമായ സ്ഫടികം പോലെ വെളുത്ത ശരീരത്തോടും കൂടി നാരദ മഹർഷി ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വേഗത്തിൽ ഇറങ്ങി വന്ന നേരം ഭഗവാൻ രാമൻ തന്റെ പ്രിയതമയായ സീതയോടൊപ്പം നാരദമുനിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. തുടർന്ന് ശ്രീരാമൻ അദ്ദേഹത്തിന് ഇരിപ്പിടം നൽകി, കാൽ കഴുകിച്ചു, കൈകൾ വൃത്തിയാക്കാൻ വിശുദ്ധ ജലം നൽകി, കുടിക്കാൻ വെള്ളവും നൽകി. അങ്ങനെ യഥാവിധി ഉപചാരപൂർവ്വം തന്നെ പൂജിച്ചു സ്വീകരിച്ചു. ശ്രീരാമൻ നാരദനോട് പറഞ്ഞു, അല്ലയോ ബ്രഹ്മപുത്ര, ലൗകിക സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് അങ്ങയുടെ പാതാരവിന്ദങ്ങൾ ദർശിക്കുക എന്നത് അത്യന്തം ദുർലഭമാണ്. പൂർവ്വജന്മങ്ങളിൽ ചെയ്ത വലിയ പുണ്യത്തിന്റെ ഫലം കൊണ്ടാണ് എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചത്. അങ്ങയുടെ വരവോടെ എൻ്റെ വംശവും ജന്മവും രാജ്യവും വിശുദ്ധമായി തീർന്നിരിക്കുന്നു. ദയാനിധിയായ അങ്ങ് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അരുൾ ചെയ്താൽ, ഞാൻ അറിവില്ലാത്തവനാണെങ്കിലും അങ്ങയുടെ കാരുണ്യം ഉണ്ടായാൽ ഏതൊരു കാര്യവും സാധിപ്പിച്ചു തരാൻ എനിക്ക് സാധിക്കും. വിനയാന്യുദ്ധനായ ശ്രീരാമന്റെ വാക്ക് കേട്ട് നാരദ മഹർഷി പുഞ്ചിരിയോടെ പറഞ്ഞു, ഹേ രഘുപതേ, ലോകരെ മുഴുവൻ മോഹിപ്പിക്കുന്ന ഇത്തരം മധുരവാക്കുകൾ പറഞ്ഞ് എന്നെ അവിടെ നിന്ന് മോഹിപ്പിക്കരുത്. അങ്ങ് സാധാരണ മനുഷ്യരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും അങ്ങ് ലോകോത്തരനായ ദൈവമാണെന്ന് എനിക്കറിയാം. യോഗികളുടെ ഈശ്വരനായ അങ്ങ് ഒരു സാധാരണ കുടുംബനാഥനെ പോലെ അഭിനയിക്കുന്നത് ലീല മാത്രമാണ്. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണക്കാരിയും സർവ്വലോക മാതാവുമായ മായ അഥവാ പ്രകൃതി ദേവി തന്നെയാണ് അങ്ങയുടെ പത്നിയായ ഈ സീതാദേവി. പ്രപഞ്ചനാഥനായ അങ്ങയുടെ ദിവ്യഗൃഹിണിയാണ് ലക്ഷ്മി ദേവിയായ സീത. അങ്ങനെ വരുമ്പോൾ ഈ 14 ലോകങ്ങളുമാണ് അങ്ങയുടെ വീട്. അങ്ങ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായ ഗൃഹസ്ഥനാണ്. നാരദരുടെ ശ്രീരാമസ്തുതി തുടർന്നു, ഹേ വേദാന്ത സ്വരൂപനായ രാമ, ഈ ജഗത്തിൽ പുരുഷഭാവത്തിലുള്ളത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അങ്ങ് തന്നെയാണ്. അതുപോലെ മനസ്സിന് മോഹം നൽകുന്ന സ്ത്രീഭാവത്തിലുള്ളത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ജാനകി ദേവിയുമാണ്. നിങ്ങൾ ഇരുവരുമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ കാണാനോ കേൾക്കാനോ ആയി മറ്റൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. പ്രപഞ്ചമെന്നാൽ പ്രകൃതിയും പുരുഷനും ചേർന്ന് നടന്ന സാഖ്യ വേദാന്ത ദർശനമാണ് നാരദൻ സമർത്ഥിക്കുന്നത്. അങ്ങ് സ്വന്തമായാൽ മൂടി മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ലോകർക്ക് അദൃശ്യനായ അവ്യാകൃതൻ ആയിരിക്കുന്നത്. ആ മൂലപ്രകൃതിയിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടിയുടെ ക്രമമനുസരിച്ച് മഹത്വവും സൂത്രവും അഹങ്കാരവും പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും ഉണ്ടായത്. ഈ കാണുന്ന ചരാചര പ്രപഞ്ചമെല്ലാം അങ്ങയിൽ നിന്നുണ്ടായതാണ്. അങ്ങ് എല്ലാറ്റിനും മുകളിലിരുന്ന് സർവ്വതിനും സാക്ഷിയായിരിക്കുന്ന തെജോമയനായ പരമാത്മാവ് തന്നെയാണ്. അങ്ങയിൽ ദൃഢമായ ഭക്തി ഉണ്ടായാൽ തത്വജ്ഞാനവും അതുവഴി മോക്ഷവും സിദ്ധിക്കും. ഭഗവാന്റെ നാഭിധാമനിൽ ജനിച്ച ബ്രഹ്മാവിന്റെ മകനായതുകൊണ്ട് അങ്ങയുടെ പേരക്കുട്ടിയാണ് ഞാൻ. എന്നെ എപ്പോഴും മായയിൽ വീഴ്ത്താതെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നാരദൻ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. സന്തോഷാതിരേകത്താൽ നാരദരുടെ കണ്ണുകൾ നിറഞ്ഞു. നിറകണ്ണുകളോടെ നാരദൻ തന്റെ വരവിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. രാവണനെ വധിച്ച് ലോകത്തെ രക്ഷിക്കാൻ അങ്ങ് മുൻപ് ദേവന്മാർക്ക് വാക്ക് നൽകിയിട്ടുള്ളതാണ്. അതിനാണ് അങ്ങ് ദശരഥപുത്രനായി ജനിച്ചത്. എന്നാൽ ഇപ്പോൾ ദശരഥ മഹാരാജാവ് അങ്ങയെ അയോധ്യയുടെ രാജാവായി വാഴിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങ് അതിനെ സംബന്ധിച്ച് രാജാവായാൽ പിന്നെ രാവണനെ വധിക്കാൻ എങ്ങനെ അവസരമുണ്ടാകും? അതിനാൽ അങ്ങ് നൽകിയ സത്യം പാലിക്കണം. നാരദന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ഹേ മഹർഷേ, ഞാൻ ഒരു നാളും എൻ്റെ സത്യം ലംഘിക്കുകയില്ല. അതിനാൽ അങ്ങയുടെ മനസ്സിൽ ഒട്ടും വിഷാദം വേണ്ടതില്ല. പ്രാരബ്ധ കർമ്മങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കും. അങ്ങയുടെ പാദങ്ങൾ തൊട്ട് ഞാൻ സത്യം ചെയ്യും. നാളെ തന്നെ ഞാൻ വനത്തിലേക്ക് പോവുകയാണ്.
14 വർഷം വനത്തിൽ മുൻവശത്തിൽ കഴിഞ്ഞ് സീതയെ ഒരു കാരണമാക്കി നിർത്തി ഞാൻ രാവണനെയും രാക്ഷസ വംശത്തെയും മുഴുവനായി വധിച്ചു തീർക്കും. രാമന്റെ ഈ ദൃഢമായ വാക്കുകൾ കേട്ട നാരദൻ അതീവ സന്തുഷ്ടനായി ഭഗവാനെ പ്രദക്ഷിണം വെച്ച് വന്ദിച്ച് ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി. ഈ നാരദ രാഘവ സംവാദം ഭക്തിയോടെ കേൾക്കുന്ന മനുഷ്യർക്ക് എല്ലാ ദോഷങ്ങളും അകന്ന് മുക്തി ലഭിക്കുമെന്നാണ് പറയുന്നത്.